ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തത്തമ്മയാണ്. അപ്പം നമുക്ക് അതിൻ്റെ നിർമ്മാണത്തിലോട്ട് പോവാം. അപ്പം ഗായ്സ്, ഈ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യണം കേട്ടോ. എങ്കിലും നമുക്ക് പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പച്ച ക്ലേയാണ്, പിന്നെ വരുന്നത് നമുക്കൊരു ചുമന്ന ക്ലേയാണ്, പിന്നെ ഒരു ബ്രൗൺ ക്ലേയും ബ്ലാക്ക് ക്ലേയും, പിന്നെ നമുക്ക് ആവശ്യമുള്ള ബ്ലേഡും ബോർഡുമാണ്. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പച്ച ക്ലേ എടുത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം അതിൻ്റെ പരിപാടി നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഇപ്പോൾ അതിൻ്റെ ശരീരം ബോഡി ഉണ്ടാക്കാനായിട്ട് നമുക്കതിൽ നിന്നൊരു കൊച്ചു പീസ് എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു ബോഡിയുടെ ഷേപ്പിൽ എത്തിക്കാം. ഒരു മഴത്തുള്ളി പോലത്തെ ഒരു ഷേപ്പ് മതി. നന്നായിട്ട് തേച്ച് വൃത്തിയാക്കി നമുക്കതിൻ്റെ ഒരു മേളുഭാഗം കട്ടി കൂടുതലും താഴ്ഭാഗത്തോട്ട് വരുമ്പോൾ തിന്നായിട്ടും വരുന്ന ഒരു ഷേപ്പ് നമുക്ക് വേണം. എക്സാക്റ്റിലൊക്കെ കഴിഞ്ഞാൽ ഒരു മഴത്തുള്ളിയുടെ ഇതിൻ്റെ തല ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് ക്ലേ എടുത്ത് നല്ലൊരു ബോൾ ഷേപ്പാക്കി എടുക്കാം. ഇപ്പം നമ്മൾ തലയും സെറ്റ് ചെയ്തു. ഇനി തല വയ്ക്കാനായിട്ട് നമുക്ക് ഈ ബോഡിയും തലയും കൂടി നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കഴുത്തിൻ്റെ ഷേപ്പ് വരത്തക്ക വിധത്തിൽ നമുക്കൊരു കുറച്ച് ക്ലേ എടുത്ത് ഇതേപോലെ നീളത്തിൽ ഉരുട്ടി തലയും ബോഡിയും കൂടി ചേർത്ത് വെച്ച് അതിൻ്റെ ചുറ്റും നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് ഇത് നമുക്ക് ചേർത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്കിനി അതിൻ്റെ ചിറകുണ്ടാക്കേണ്ട ഡ്യൂട്ടിയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഞാൻ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ നന്നായിട്ട് ക്ലേ പരത്തിയിട്ട് അത് ബ്ലേഡ് വെച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ കറക്റ്റ് കട്ട് ചെയ്യുന്ന ആ ഒരു ഷേപ്പിൽ നിങ്ങളും കട്ട് ചെയ്തെടുത്താൽ മതി. എങ്കിൽ നമുക്ക് ഒരു ചിറകിന് പറ്റിയ രൂപം കിട്ടും. അപ്പോൾ ഇത്ര 2 പീസ് മതി നമുക്ക് കട്ട് ചെയ്യാൻ. ഇനി അത് നമുക്ക് നമ്മുടെ തത്തമ്മയുടെ ദേഹത്തോട്ട് വെച്ച് കൊടുക്കാം. ഓരോ പീസും അപ്പുറവും ഇപ്പുറമായിട്ട് നമുക്ക് നന്നായിട്ട് തേച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചിറക് സെറ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഒരു ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വരകളൊക്കെ ബ്ലേഡ് വെച്ച് നമുക്ക് ആ ചിറകിൻ്റെ മേളിൽ കുറച്ച് ഡിസൈനുകളും വരകളും ഒക്കെ വെച്ച് കൊടുക്കാം. നമ്മുടെ തൂവലൊക്കെ ഇരിക്കുന്ന ഒരു ഷേപ്പ് വരത്തൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ, അല്ല കൂടുതലൊന്നുമില്ല. 2 സൈഡിലും നമുക്ക് അങ്ങനെ കുറച്ച് വരകളൊക്കെ ഇട്ട് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ തത്തമ്മയ്ക്ക് ഒരു വാല് വേണം. അതിന് നല്ല നീളത്തിൽ നമ്മൾ ക്ലേ നല്ല രീതിയിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഒരു വാല് പോലെ ജസ്റ്റ് നമുക്ക് നീളത്തിൽ കിട്ടണം. എൻഡൊക്കെ ഒന്ന് ചെറിയൊക്കെ നമുക്ക് തൂവൽ പോലെ ഇരിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല നീളത്തിലൊരു പീസ് എടുത്ത് നമ്മൾ ഇതുപോലെ നല്ല കട്ടി കുറച്ച് നമുക്കൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി അത് നമുക്ക് നമ്മുടെ തത്തമ്മയുടെ ദേഹത്തോട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ 2 ചിറകുകളുടെ അപ്പുറം ഇപ്പുറമായിട്ട് വരത്തക്ക വിധത്തിൽ തത്തമ്മയുടെ അടിയിലായിട്ട് വേണം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ. മേലോട്ട് ഇങ്ങനെ പൊങ്ങിയിരിക്കത്തക്ക വിധത്തിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഭാഗം കഴിഞ്ഞ് ഇനി അടുത്ത് നമുക്ക് നമ്മുടെ തത്തമ്മയ്ക്ക് ഒരു ചുണ്ടുണ്ടാക്കാം. അതിന് ചുമന്ന ക്ലേ എടുത്ത് നമുക്ക് തത്തമ്മയുടെ ഒരു ചുണ്ടിൻ്റെ ഷേപ്പൊക്കെ ജസ്റ്റ് വരുത്തിച്ച് അത് നമുക്ക് തത്തമ്മയുടെ തലയുടെ നടുക്ക് ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഏതെങ്കിലും ഒരു മാർക്കറോ അല്ലെങ്കിൽ നല്ല മഷിയുള്ള ഏതെങ്കിലും ഐറ്റംസോ വെച്ച് നമുക്ക് തത്തമ്മയ്ക്കൊരു കണ്ണൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. കണ്ണൊക്കെ വരയ്ക്കാൻ അറിയാവുന്നവർ നല്ല വൃത്തിക്കൊക്കെ കണ്ണൊക്കെ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതുകൂടി ആകുമ്പോഴത്തേക്കും നമ്മുടെ തത്തമ്മയുടെ വർക്ക് ഏകദേശം കഴിഞ്ഞ് ഇനി അടുത്തത് നമുക്ക് തത്തമ്മയുടെ ദേഹത്തിന് കുറച്ച് വരകൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബ്ലേഡോ കമ്പിയോ വല്ലതും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ജസ്റ്റ് കുറച്ച് നീഡിൽസോ വല്ലതും ഉണ്ടെങ്കിൽ അത് വെച്ച് വരച്ചു കൊടുത്താൽ മതി. ഒരു ഫെദറിൻ്റെ ഒക്കെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. നമ്മൾ ചുമ്മാ ചണം പുച്ചാണായിട്ട് വരയ്ക്കരുത്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള വരകൾ നമ്മൾ മാക്സിമം ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ എന്നുള്ള രീതിയിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മാത്രം മതി.
അപ്പോൾ ഇനി അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തത്തമ്മയ്ക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് വെക്കുക എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് സ്റ്റാൻഡേ വെക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊമ്പോ കൂടോ ഒക്കെ സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാൻഡേ വെക്കുന്നുള്ളൂ. അപ്പോൾ ആ സ്റ്റാൻഡ് കൂടി ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ തത്തമ്മയുടെ പരിപാടി ഏകദേശം കഴിയും. പിന്നെ ഇതിൻ്റെ ഔട്ട്പുട്ട് കൂടി നമുക്ക് നോക്കാം.